ഹായ്, നമ്മളിന്ന് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ച് ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സാധാരണ മോരുകറി കാച്ചേണ്ടത് നമ്മൾ എപ്പോഴും മൺചട്ടിയിലോ മൺകലമുണ്ടല്ലോ, ചെറിയ കലം, അതിലൊക്കെ വേണം മോര് കാച്ചാൻ. ഞാനിന്നിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, സ്റ്റീലിൻ്റെ. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. മൺചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉരുളി ചൂടായി, നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 സ്പൂണ് അത് മതി. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, ഒരു ചെറിയ സവാള, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടിയത്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. കടുക് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും അങ്ങോട്ട് ഇടാം. കൊത്തി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതങ്ങോട്ട് ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മോരുകറിക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നതല്ല, ഈ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഈ മോരിന് ആവശ്യമുള്ള ഉപ്പ് നമ്മളങ്ങ് ഇടുകയാണ്. പിന്നെ മോര് വെച്ച് കഴിയുമ്പോൾ ഉപ്പിടണ്ട. ഇപ്പം തന്നെ മോരുകറിക്ക് ആവശ്യമുള്ള ഉപ്പങ്ങ് ഇട്ടാൽ മതി. ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നു. ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് സിമ്മൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മോരിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഉടനെ തന്നെ നമ്മളതിലേക്ക് തൈരിങ്ങനെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ആവശ്യത്തിന് നമ്മുടെ തൈരിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, കൊഴുപ്പിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർക്കാം. വെള്ളം ചേർത്തു. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചേർക്കുന്നില്ല. ഉലുവാപ്പൊടിയായിട്ടിടാം, അല്ലെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് പച്ച ഉലുവ ഇട്ട് വറുത്താലും മതി. മുളക് പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കാറില്ല. പിന്നെ മോര് കാച്ചുമ്പോൾ നല്ല ഫ്ലെയിം വെച്ച് വേണം നമ്മൾ മോരിങ്ങനെ ചൂടാക്കാനായിട്ട്. നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഒരു ചെറിയ ആവി വരുന്നത് കാണാം. നമുക്ക് ഇങ്ങനെ തവിയൊക്കെ നോക്കുമ്പോൾ അതിൽ കൂടെ ആവി വരുന്നത് കാണാം. ആ സമയത്ത് പെട്ടെന്ന് ഓഫാക്കിയേക്കണം, അല്ലെങ്കിൽ മോരുകറി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയുമേ ഉള്ളൂ, എളുപ്പം തയ്യാറാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കുന്നത് നിർത്താൻ പാടില്ല. ഫുൾ ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. നല്ല ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നോക്കുമ്പോൾ പെട്ടെന്ന് ആവി വരും. ആവി ഇങ്ങനെ പറക്കുന്നതായിട്ട് തോന്നും. ആ സമയത്ത് പെട്ടെന്ന് ഓഫാക്കിക്കണം. ഓഫാക്കിയിട്ടും കുറച്ച് സമയം കൂടെ നമ്മൾ വെളിയിൽ ഇറക്കി വെച്ച് ഇളക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വ്യൂവേഴ്സിൽ പലരും കറികളൊന്നും ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കൂടിയാണ് ഞാനിന്നിത് ചെയ്യുന്നത്. അല്ലാതെ ഇത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചായിരുന്നില്ല. അതെ, ചെറിയ ആവി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നു. ഓഫാക്കിയിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത്രയുമേ ഉള്ളൂ. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്.